പാലത്തായി പീഡന കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം. കേസ് ലാഘവത്തോടെ കൈകാര്യം ചെയ്തുവെന്നും സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. മുതിർന്ന അഭിഭാഷകൻ കേസ് കൈകാര്യം ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഗവൺമെന്റ് പ്ലീഡറുടെ നിലപാട് ദുരൂഹമാണെന്നും ലേഖനത്തിൽ പറയുന്നു. BJP താൽപര്യത്തിന് സർക്കാർ കേസ് അട്ടിമറിക്കുന്നുവെന്ന് KK രാഗേഷും ആരോപിച്ചു. വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയും BJPയുടെ താൽപര്യാർത്ഥം കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയുമുള്ള ഒത്തുകളി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷ വന്നതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ LDF ഗവൺമെൻറ്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പം അന്ന് കോടതിയിൽ ഹാജരായിരുന്നത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ DGP ആയിരുന്നു കോടതിയിൽ ഹാജരായിരുന്നത്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ ഈ കേസ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നുണ്ട് കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും സീനിയറായ അഭിഭാഷകൻ തന്നെ ആ സമയത്ത് കോടതിയിൽ ഹാജരായിരുന്നു. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, പാലത്തായി വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണോ? VS രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ. ഈ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിക്കിപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രഭാതം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ ജാമ്യം കിട്ടാൻ കാരണമായിട്ടുള്ളത്. പ്രതിക്ക് അനുകൂലമായൊരു നിലപാട് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർ പ്രതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഇരയുടെ കുടുംബം നിരവധി തവണ പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടും ആ കേസ് ഗൗരവത്തിൽ എടുക്കാൻ സർക്കാർ കൂട്ടാക്കിയില്ല. കോടതിയിൽ വളരെ നിസ്സംഗമായ മനോഭാവം സർക്കാർ അഭിഭാഷകൻ കാണിച്ചു. അത് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണോ എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു എന്ന തരത്തിലുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാലത്തായി പീഡന കേസിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായി എന്ന മട്ടിലാണ് ഇപ്പോൾ സമസ്തയുടെ മുഖപത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്.